Praise the Lord. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വചനം, എഴുതപ്പെട്ട തിരുവെഴുത്ത്, ദൈവശ്വാസ്യമായ ദൈവവചനം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അന്വേഷിക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ പ്രാരംഭ വാക്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണുന്ന ഒരു ചിത്രം ഇതാണ്. കിഴക്ക് നിന്നും വിദ്വാൻമാർ അഥവാ മാഗികൾ, സ്കോളേഴ്സ്, യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വിശേഷാൽ ഈ മാഗികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ നക്ഷത്ര മണ്ഡലങ്ങളെ കുറിച്ച് പഠിക്കുവാൻ അല്ലെങ്കിൽ ആകാശവിധാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഗവേഷകരാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇവരിൽ നോക്കിയപ്പോൾ സാധാരണമായ ഒരു നക്ഷത്രം, ആ നക്ഷത്രത്തെ കുറിച്ച് അവർ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ അവർ തയ്യാറായി. നാം ബൈബിൾ പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലെ ഒരു ചിന്തയാണ് ഒരു പക്ഷെ അവരെ സ്മരിക്കാൻ ഇടയായെന്നൊക്കെ വേദപണ്ഡിതന്മാരുടെ ഒരു സംസാരമുണ്ട്. പിന്നെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്ന ഒരു ചിന്ത ഇതാണ്: ഈ വിജാതീയരെ എങ്ങനെ തിരുവെഴുത്തുകളെ ആരായുന്നു, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ അവർക്ക് എങ്ങനെ അറിയാം? പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ മാഗികൾ അഥവാ ഈ വിദ്വാൻമാർ ആകാശമണ്ഡലങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ഒരു നക്ഷത്രം കണ്ട് അവർക്ക് ഒരു ചിന്ത മനസ്സിൽ വന്നു: ഇത് ഒരു രാജാവ് ജനിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ വിദ്വാൻമാരെ നയിപ്പാൻ ഇടയായി. അവരുടെ കണ്ടുപിടുത്തത്തിൽ അവർ മനസ്സിലാക്കിയ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം വെറും ഒരു ചരിത്ര വിവരണമല്ല, അത് വിശ്വാസത്തിനും അനുസരണത്തിനും ആരാധനയ്ക്കുമുള്ള ഒരു ആഹ്വാനമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വിശ്വാസത്തിനും അനുസരണത്തിനും ആരാധനയ്ക്കുമുള്ള ആഹ്വാനമാണ്. എന്നോട് ചേർന്ന് പറയാൻ കഴിയുമോ? എന്തൊക്കെയാണ്? വിശ്വാസത്തിനും അനുസരണത്തിനും ആരാധനയ്ക്കുമുള്ള ഒരു ആഹ്വാനമാണ് ഈ 2-ാം അധ്യായം. അതുകൊണ്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഈ മാഗികളാകട്ടെ ഇന്ന് രാത്രിയിലെ നമുക്ക് മാതൃകയായി തീരണ്ടേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യാന്വേഷികൾ എവിടെയുണ്ടോ അവർ നിശ്ചയമായിട്ടും ദൈവത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ മാഗികൾ അഥവാ ഈ വിദ്വാൻമാർ, അവർ സത്യം അറിയാൻ തീരുമാനിച്ചു. നാം ചരിത്രം പഠിക്കുമ്പോൾ ഏതാണ്ട് 800 മൈൽ അല്ലെങ്കിൽ 900 മൈൽ ദൂരം അവർ നടന്ന് അവരുടെ സഞ്ചാര മാർഗമാകുന്ന ഒട്ടകം ഉപയോഗിച്ച് അവർ യാത്ര പുറപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചിലർ പറയുന്നത് അവർ മാസങ്ങളോളം എടുത്തു എന്നാണ്. എന്നിരുന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഏതാണ്ട് 1184 കിലോമീറ്റർ ദൂരം ഇവർ പേർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ബാബിലോണിയ രാജ്യത്തിൽ നിന്ന് അവർ യാത്ര തിരിച്ച് ഇത്രത്തോളം കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഈ മാഗികൾ യെരുശലേമിൽ എത്തിച്ചേരുവാൻ ഇടയായതെന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ജീവിതത്തിൽ നീണ്ട ദിവസങ്ങൾ, മാസങ്ങൾ യാത്ര ചെയ്യുവാൻ അവരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചതിന്റെ ഒരേ ഒരു ഘടകമെന്ന് പറയുന്നത് അവർ അന്വേഷണത്തിന് വിധേയനായി എന്നുള്ളതാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരെയാണ് അന്വേഷിക്കുന്നത്? യേശുക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ വചനം പറയുന്നു, സത്യത്തെ നാം അന്വേഷിക്കുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് വരെ സത്യത്തെ ആർക്കും ഒതുക്കി നിർത്താൻ പറ്റത്തില്ല, സത്യത്തെ അടിച്ചമർത്താൻ ആർക്കും പറ്റത്തില്ല. സത്യം എന്നായാലും വെളിപ്പെട്ടു വരും, അതൊരു നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് സത്യാന്വേഷികളായി ഇവർ മാറുവാനിടയായി. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ബേത്ലഹേമിൽ കടന്നു വന്ന്
അവിടെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുവനെ ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് അവർ ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെ നിന്ന് അവർ യാത്ര പുറപ്പെടുവാനിടയായി. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ മടിയന്മാരായി നിന്നാൽ ഒരിക്കലും ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുള്ളവരായി മാറണം, ആവേശമുള്ളവരായി മാറണം, ആഗ്രഹമുള്ളവരായി മാറണം, താല്പര്യമുള്ളവരായി മാറണം. എന്തിനെ കുറിച്ച്? സത്യം അന്വേഷിക്കാനുള്ള ഒരു ആകാംക്ഷയിലേക്ക് നമ്മൾ മാറണം എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ നാം കാണുന്ന വിദ്വാൻമാരുടെ കഥ വെറും ഒരു ചരിത്ര സംഭവമല്ല. യഥാർത്ഥ അന്വേഷകർ ദൈവിക വെളിപ്പെടുത്തലിനോട് എന്ത് ചെയ്യുന്നു? അവർ പ്രതികരിക്കുവാനിടയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിലേക്ക് ചായുകയാണ്. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. മറ്റെല്ലാം മറന്ന് യേശുക്രിസ്തുവിലേക്ക് അടുക്കുവാൻ നമ്മുടെ ഹൃദയം ബന്ധപ്പെടാനുള്ള കാരണം ഈ ദൈവവചനത്തിന്റെ ശക്തിയാണ്. ആമേൻ. അതുകൊണ്ട് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ്. ഞങ്ങൾ കണ്ടെത്തിയ ഈ നക്ഷത്രം അഥവാ ഈ വാൽ നക്ഷത്രം, ഈ പ്രത്യേക നക്ഷത്രം, അതിന്റെ സത്യം ഞങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയെങ്കിലും അതിനെ നേരിട്ടൊന്ന് കാണുവാൻ, ആ രാജാവിനെ ഒന്ന് കാണുവാൻ, ആ ജനിച്ച ശിശുവിനെ ഒന്ന് കാണുവാൻ അവരുടെ ഉള്ളത്തിലുള്ള ആഗ്രഹപ്രകാരം അവർ സ്വീകരിച്ച അറിവിന്റെ വെളിച്ചത്തിൽ അവർ യാത്ര പുറപ്പെട്ടു. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, ഈ സന്ധ്യാവേളയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയരെ, അന്വേഷകർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നാം എന്തിനെ അന്വേഷിക്കാൻ തയ്യാറാകുന്നോ അത് നിശ്ചയമായി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുക. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഈ മാഗികൾ വിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഒരു യാത്രയാണ്. എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്? വിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും യാത്രയാണ്. ഞാനിവിടെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിൽ 1 മുതൽ 2 വരെയുള്ള വചനത്തിൽ, ഹെറോദാസ് രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവന്റെ നക്ഷത്രം ഉദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു, അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കണേ, അപ്പോൾ ഈ സത്യങ്ങളുടെ ആഴം ഗ്രഹിച്ചിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. 1, രാജാവായി പിറന്നവൻ. 2, നക്ഷത്രം ഉദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു. 3, ഞങ്ങൾ അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് തെളിച്ചു പറയണം, ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ ഒരുവനുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഒരുവനുണ്ട്. അവനെ കുറിച്ചുള്ള അറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരണം. അതിന് എന്തു വില കൊടുത്തും ഞാൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്ന ആര് തീരുമാനിക്കുന്നുവോ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടരുന്നത്. എത്ര പേർക്ക് ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ലോകത്തിൽ ക്രിസ്ത്യാനികളായി ജനിച്ചവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ വളരെ കുറവാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നവർ കുറവാണ്. ക്രിസ്തുവിന്റെ അറിവിൽ വളർന്നു വരുന്നവർ കുറവാണ്. ക്രിസ്തുവിൽ വേരൂന്നി ജനിക്കുവാൻ, വേരൂന്നി വളരുവാൻ കഴിയുന്നവർ കുറവാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് വളരേണ്ട ഒരുവനുണ്ട്, രാജാതി രാജാവ്. നമ്മുടെ ഹൃദയത്തിൽ വളരേണ്ട ഒരുവനുണ്ട്, കർത്താതി കർത്താവ്. നമ്മുടെ ഹൃദയത്തിൽ വളരേണ്ടുന്ന ഒരുവനുണ്ട്, ദൈവാതി
ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പേർഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ബാബിലോണിൽ നിന്നോ വന്ന ഈ പണ്ഡിതന്മാർ, അവർ ജ്യോതിശാസ്ത്രത്തിലും പുരാണ ഗ്രന്ഥങ്ങളിലും പരിചയമുള്ളവരാണ്. അവരുടെ യാത്രയെക്കുറിച്ച് ഇന്നേക്ക് യേശു ജനിക്കുന്നതിന് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ വായിക്കുന്നവർക്കറിയാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. നോക്കണേ, പഞ്ചഗ്രന്ഥ പുസ്തകങ്ങളിൽ, മോശൈക പുസ്തകങ്ങളിൽ, സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3000-4000 ഒക്കെ വർഷം പിന്നിട്ട് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ വിരൽ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ നടുവിൽ വിശ്വാസത്തോടെ അവർ യാത്ര പുറപ്പെട്ടു. നമുക്കറിയാം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് കാലത്തും എല്ലായ്പ്പോഴും ആത്മീകന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ശക്തമായ സത്യമാണ് വിശ്വാസം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹെരോദാവിൽ നിന്നും അല്ലെങ്കിൽ അന്നത്തെ യഹൂദ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി അവർ ഭയമോ നിസ്സംഗതയോ ഒന്നും കാണിക്കാതെ ആരാധനയ്ക്കുള്ള ആഗ്രഹത്തോടെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇവരുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ദീർഘമായ യാത്രയാണ്, അപകടം നിറഞ്ഞ യാത്രയാണ്, ത്യാഗങ്ങൾ ആവശ്യമായിരിക്കുന്നു. എങ്കിലും ഈ വെല്ലുവിളിയുടെ ഇടയിലും സ്ഥിരോത്സാഹം കാണിക്കുവാൻ ഇവരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചത് ആമേ കാണേണ്ടവനെ കാണാനുള്ള ഒരു ആഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ അന്വേഷിക്കണം, യേശു ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവവും ശക്തിയും അത്ഭുതങ്ങളും ഗ്രഹിക്കണം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ, അനുഭവത്തിൽ നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. എബ്രായ ലേഖനത്തിൽ 11:6 പറയുന്നത് പോലെ, തന്നെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പൊ ദൈവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് എന്തുണ്ടാകും? പ്രതിഫലമുണ്ടാകും. ഉറക്കെ പറഞ്ഞാട്ട്. ഇതൊന്നും എന്റെ വാക്കുകളല്ല, ഇതെല്ലാം ദൈവവചനത്തിലുള്ളത് ഞാൻ അങ്ങ് ഓർമ്മിപ്പിച്ച് പ്രസ്താവിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാഗികൾ തീരുമാനിച്ചു, ഞങ്ങൾ പേർഷ്യയിൽ ഇരുന്നാൽ പോരാ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ജന്മസ്ഥലത്ത് ഇരുന്നാൽ പോരാ. ഞങ്ങൾ കണ്ട ഈ നക്ഷത്രം, ഈ അസാധാരണമായ നക്ഷത്രം, ജനിക്കാൻ പോകുന്ന ഒരു രാജാവിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ച അറിവ്, അത് ഞങ്ങൾ കണ്ടെത്തുവോളം ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങുക തന്നെ ചെയ്യും. അതിന് എത്ര ദിവസം വേണ്ടി വന്നാലും, എത്ര ആഴ്ച വേണ്ടി വന്നാലും, എത്ര മാസങ്ങൾ എടുത്താലും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കാണുവോളം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇതാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്കുണ്ടാകുന്ന തീഷ്ണത. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്കുണ്ടാകുന്ന തീഷ്ണത ഇതാണ്. ഒരു കാലത്ത് വിദേശ രാജ്യത്തിലുള്ള നമ്മുടെ പല ശ്രേഷ്ഠരായ അഭിഷിക്തന്മാർ 100 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ സമ്പാദ്യവും തങ്ങളുടെ വളരെ വിലപിടിപ്പുള്ള ജോലിയെല്ലാം കളഞ്ഞ് സ്വന്തം കൂടപ്പിറപ്പങ്ങളെല്ലാം ഇട്ടേച്ച് ഇങ്ങ് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും വന്ന് കർത്താവിന്റെ വേല ചെയ്തതിന്റെ പിന്നിൽ അവർ അടിത്തറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവായിരുന്നു.
എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? യൂറോപ്യൻ രാജ്യത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് അപ്പനെയോ അമ്മയോ അടുത്ത ദിവസം കാണാൻ പോലും കഴിയാതെ എന്നേക്കുമായി ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ അകത്തളത്ത് ജ്വലിച്ചു വന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമായിരുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യയിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്റ്റേറ്റിലും വിദേശ മിഷണറിമാരുടെ കല്ലറകളുണ്ട്. അന്ന് ഇവിടെ വന്നവർക്ക് വഴിയില്ല, ഒരു സുഖ സൗകര്യം ലഭിക്കത്തില്ല. വിവരമില്ലാത്ത, ഒരു ബോധവുമില്ലാത്ത ഈ ജനതയുടെ നടുവിൽ 100 വർഷങ്ങൾക്കപ്പുറത്ത് യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് മിഷണറിമാർ ഇവിടെ വന്നെങ്കിൽ, കേരളത്തിൽ നിന്നും മിഷണറിമാർ ഇവിടെ വന്നെങ്കിൽ, അമ്മേ ഇതിന്റെയൊക്കെ പിന്നിൽ അവരുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ഉപോത്ബലകമാകുന്ന ശക്തി എന്താണ്? ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണ്. ജീവിതത്തിൽ ചപ്പന്നും ചവറന്നും എണ്ണി എന്തും വെല്ലുവിളികളെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോ ഓർത്തുകൊള്ളണം, അവര് ഹൃദയത്തിനകത്ത് ആമേ തറച്ചു നിന്നത് ഈ ക്രിസ്തുവിന്റെ ശക്തിയാണ്, സ്നേഹമാണ്. ആമേ ഹല്ലേലൂയ. ഇന്നൊക്കെ നമ്മളൊക്കെ കംഫോർട്ട് സോണിലാ. കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നാം AC-ക്കകത്ത് ഇരിക്കുന്നു, AC കാറിലാണുമ്പോൾ AC, ചർച്ചിലേക്ക് പോകുമ്പോൾ AC, ഇതെല്ലാം സൗകര്യങ്ങളുള്ള ഒരു കംഫോർട്ട് സോണിലാണ് പലരും കഴിയുന്നത്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ഇതൊന്നും തെറ്റല്ലെന്നല്ല തെറ്റാണെന്നല്ല ഞാനിവിടെ സമർത്ഥിക്കുന്നത്. പക്ഷെ ഈ മാഗികൾ, ഈ വിദ്വാൻമാർ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അറിയേണ്ടതിനെ അവർ വില കൊടുത്തു എന്നുള്ളതാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് പകൽക്കാലം നമുക്ക് യേശു ക്രിസ്തുവിനെ അന്വേഷിപ്പാൻ ഇടയാകട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഹെരോദ രാജാവിന്റെ അങ്കണത്തിൽ വന്നിരുന്ന ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവർ എവിടെ? നാം തിരുവെടുത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവിന്റെ വാക്കുകൾ കേട്ട് അവർ അവിടെ നിന്ന് പോയി കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിൽക്കുന്നത് വരെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ഇവിടെ ഹെരോദാവിന്റെ അങ്കണത്തിൽ വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ മീഖാ പുസ്തകം 2-ാം അധ്യായം പരിശോധിച്ചപ്പോൾ അവർക്കൊരു സത്യം അറിയാം: യഹൂദ ഗോത്രത്തിൽ ബേത്ലഹേമിൽ ഒരു ശിശു ജനിക്കുമെന്നും അവൻ രാജാവായി വാഴുമെന്നും അവൻ ഭരണം ഏറ്റെടുക്കുമെന്നുള്ള നഗ്ന സത്യ ആ വേദപുസ്തകത്തിനകത്ത് നിക്ഷിപ്തമായിരിക്കും. എങ്കിലും ഹെരോദ രാജാവ് ഭയപ്പെട്ടു. ഞാൻ ഒരു രാജാവായിരിക്കെ വേറൊരു രാജാവോ? അവന്റെ ഉള്ളിൽ വളരെ ചിന്തകൾ വർദ്ധിച്ചു വരാനിടയായി. അവൻ വ്യാകുലപ്പെട്ടു, ഭയപ്പെട്ടു. അവൻ സ്നേഹത്തോടെ വന്ന വിദ്വാൻമാരോട് പറഞ്ഞു: നിങ്ങൾ പോയിട്ട് വരിക, പോയിട്ട് അവനെ കണ്ടിട്ട് വേഗത്തിൽ എന്റെ അടുക്കൽ എന്ത് ചെയ്യണം? മടങ്ങി വരണമെന്ന് പറയാനിടയായി. പക്ഷേ നമുക്കറിയാം, അവർ തിരിച്ചു മടങ്ങി വന്നില്ല. ആ സത്യം നമുക്ക് പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുക. പ്രിയമുള്ളവരെ, തിരിച്ചറിയാം, ഇവിടെ സംഭവിച്ചിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് യാദൃശ്ചികമല്ല, മറിച്ച് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യെശയ്യാ പുസ്തകം 60-ാം അധ്യായം 3-ാം വചനം ഇങ്ങനെ പറയുന്നു: ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. അപ്പൊ യേശു ക്രിസ്തുവിങ്കിലേക്ക് ജനതകൾ വരും, യേശു ക്രിസ്തുവിങ്കിലേക്ക് രാജ്യത്തിലെ രാജാക്കന്മാർ വരുമെന്ന് യെശയ്യാ പുസ്തകം 60-ന്റെ 3 വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ് ആരിലൂടെ? നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുക, നിവർത്തീകരിക്കപ്പെടുക. അതെ, വിജാത്യരായ മാഗികൾ 1000 കിലോമീറ്റർ താണ്ടി ആഴ്ചകളും മാസങ്ങളും എടുത്ത് അവർ ഒട്ടകപ്പുറത്ത് എവിടെ എത്തുകയാണ്? യെരൂശലേമിലുള്ള ബേത്ലഹേമിൽ എത്തിച്ചേരുകയാണ്. അവർ നക്ഷത്രം കണ്ടവർ അത്യന്തം സന്തോഷിച്ചു.
യഥാർത്ഥ അന്വേഷകർ ദൈവസന്നിധിയിൽ ആഴമായ സന്തോഷം അനുഭവിക്കും. ആമേൻ. നാം സത്യം അന്വേഷിപ്പീൻ, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും, സത്യത്തിൽ വേരൂന്നി വളരുവീൻ. സങ്കീർത്തനം 16:11 പറയുന്നത് പോലെ, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ആമേൻ. യേശുക്രിസ്തു യഥാർത്ഥ വഴികാട്ടി. ആ വഴി തിരിച്ചറിയുമ്പോൾ ഒരു ആത്മീകൻ ഉണ്ടാകുന്ന സന്തോഷം ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും മനസ്സിലാകത്തില്ല. പലരും മദ്യപാനത്തിൽ സന്തോഷിക്കുന്നു, ക്ലബുകളിൽ സന്തോഷിക്കുന്നു, പലരും പല നിലകളിലാണ് സന്തോഷിക്കുന്നത്, പല ബിസിനസ്സുകളിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. അവൻ കഷ്ടതയിലും പാടും, നഷ്ടങ്ങളിലും അവൻ സന്തോഷിക്കും. മാതാവും പിതാവും അവനെ തള്ളിക്കളഞ്ഞാലും അവൻ ക്രിസ്തുവിൽ സന്തോഷിക്കും. സ്നേഹിതർ ഒറ്റിക്കൊടുത്താലും അവൻ ക്രിസ്തുവിൽ സന്തോഷിക്കും. അവനെ ഈ ലോകത്തിലെ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവങ്ങളോ വേദനകളോ അവനെ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്നും അകറ്റി നിർത്തുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ വളരുന്നത് ക്രിസ്തുവിന്റെ സന്തോഷമാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നും എന്തുണ്ട്? പ്രമോദങ്ങളുണ്ട്. ഇവിടെ നാം പഠിക്കുമ്പോൾ ഈ നക്ഷത്രം കേവലം മാഗികൾക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആർക്കും എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു സത്യം തിരിച്ചറിയണം. മില്യൺ ജനതകൾ ഈ ലോകത്തിലുണ്ടെങ്കിലും എല്ലാവരും യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നില്ല? എത്തുവാൻ കഴിയുന്നില്ല. നമ്മുടെ കൂടപ്പിറപ്പങ്ങളുണ്ട്, സ്നേഹിതരുണ്ട്, ബന്ധുക്കളുണ്ട്. എല്ലാവരും ഒരു പക്ഷെ ക്രിസ്ത്യാനികളായിരിക്കാം, എങ്കിലും യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അറിയുവാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടപ്പിറപ്പങ്ങൾ ദൈവത്തെ അറിയണം, നമ്മുടെ സ്നേഹിതർ യേശുവിനെ അറിയണം, നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷം മറ്റുള്ളവരും പങ്കെടുക്കണം. ശ്രദ്ധിക്കൂ പ്രിയരെ, മാഗികൾ മാത്രമേ ഈ ദർശനം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തു ദർശനം? നക്ഷത്രം. നക്ഷത്രം എല്ലാവരെയും നയിച്ചില്ല. ആമേ. കേവലം പ്രതികരിച്ച ഈ അന്വേഷികൾക്ക് മാത്രമേ ഈ നക്ഷത്രം വഴികാട്ടിയായി മാറിയിട്ടുള്ളൂ. എന്ന് നമ്മുടെ ഹൃദയം യേശുവിനെ അറിയണമെന്ന് അന്വേഷിക്കുന്നുവെന്ന് താല്പര്യം കാണിക്കുന്നുവെന്ന് നാം തീരുമാനിക്കുമ്പോൾ അന്നേരം നാഥന്റെ കരം നമ്മുടെ കൂടെ വരിക തന്നെ ചെയ്യും. നമ്മളെ യഥാർത്ഥ വഴികാട്ടിയായ ദൈവം നമുക്ക് വഴി കാണിച്ചു തരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വഴികാട്ടി ആരാണ്? ദൈവവചനമാണ്, പരിശുദ്ധാത്മാവാണ്. സങ്കീർത്തനം 119:105 എന്താണ് പറയുന്നത്? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് വെളിച്ചവുമാണ്. റോമർ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെട്ടുവോ, നാം അനുഗ്രഹിക്കപ്പെട്ടവരെ. വിശുദ്ധ കരങ്ങളിലോട്ട് ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഈ വചനം കേൾക്കുമ്പോൾ അകത്തളത്തിൽ തീ കത്തണം, ആത്മീയ ചൈതന്യം ഉണ്ടാകണം, ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം തിരിച്ചറിയണം. നാം ഒറ്റയ്ക്കല്ല എന്നും നമ്മുടെ കൂടെ യേശു ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മളിൽ ഭരിക്കണം. അതുകൊണ്ട് ഈ നക്ഷത്രം എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, കേവലം മാഗികൾക്ക് മാത്രമേ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സത്യം നമ്മളെ വിരൽ ചൂണ്ടുന്നത് ഇതാണ്: ലോകത്തുള്ള സകല ജനവും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുന്നതിനാൽ നമുക്ക് ആ ഒരു ആത്മാവിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ദാനം തന്നതിനാൽ നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ 2-ാം അധ്യായത്തിൽ 11-ാം വചനം, അവിടെ എന്താണ് പറയുന്നത്? അവർ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു അവനെ നമസ്കരിച്ചു. എത്ര ചൈതന്യമുള്ള വചനമാണ്!
എന്നിട്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് സ്വർണം, കുന്തിരുക്കം, മൂർ എന്നിവ കാഴ്ചവെച്ചു. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ തിരുവെടുത്ത് പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്ന മാഗിമാർ യഹൂദന്മാരുടെ രാജാവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞ അവരുടെ ഹൃദയത്തിന്റെ അറിവ് എത്രമാത്രം വലുതാണ്. ജനിച്ചപ്പം മുതൽ ക്രിസ്ത്യാനികളായി ജന്മമെടുത്ത പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അറിവ് ജാതികളായ പലർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, മുമ്പന്മാർ പലരും ബിംബന്മാരാകും, ബിംബന്മാർ പലരും മുമ്പന്മാരാകും. എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന ദർശനം നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ദൈവം തന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഒരു കൂട്ടം വിശ്വാസത്തിലേക്ക് ജാതികളായ ആളുകൾ ദൈവത്തെ അറിഞ്ഞു മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പക്ഷേ ജന്മനാ മുതൽ ക്രിസ്തീയ അനുഭവം എന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസം നിലനിർത്തുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്ന പലരും ഇന്ന് ബ്ലേഡ് ബിസിനസ്സിലേക്ക് മാറി, വ്യഭിചാരികളായി മാറി, വലിയ മാഫിയ സംഘങ്ങളായി മാറി, അധികാരവും സ്ഥാനമോഹികളുമായി മാറി. എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലുള്ള ക്രിസ്തുവിനെ മറന്ന് സ്വസ്നേഹികളായി, ദിവ്യാഗ്രികളായി, ദുർനടപ്പുകാരായി മാറുമ്പോൾ ഓർത്തുകൊള്ളണം, ആരാലും അറിയാത്ത യേശു ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പൊട്ടന്മാരെ, അറിവില്ലാത്തവരെ, പുറന്തള്ളിയവരെ ഇന്ന് യേശുവിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ പിറന്നു വീണ മണ്ണ് ക്രിസ്തുവിലേക്കുള്ള ഒരു ജനനമായി മാറിയെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം, ആ ജനനത്തിൽ നാം പ്രാപിച്ച വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ആത്മാവിൽ യേശുക്രിസ്തുവിനെ അറിയുവാൻ, അന്വേഷിക്കുവാൻ ആ വിജാതിരായ മാഗികളെ പോലെ നാം തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എന്താണ് പ്രിയരെ? നമ്മുടെ ജീവിതത്തിലെ വേദനകൾ എന്താണ് പ്രിയരെ? നമ്മുടെ ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങൾ എന്താണ് പ്രിയരെ? നമ്മളിലെ ജീവിതത്തിലുള്ള വ്യാകുലതകൾ എന്താണ് പ്രിയരെ? ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. മാഗികൾ അവർ തങ്ങളുടെ തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചിനി ഭവനത്തിൽ എത്തുമോ എന്ന് അവർക്ക് അറിയില്ല. തങ്ങൾക്കുള്ള സമ്പത്തുമായി, തങ്ങൾക്കുള്ള ആരോഗ്യമായി, തങ്ങൾക്കുള്ള ചിസ്തമായ സമയവുമായി അവർ മുന്നോട്ട് യാത്ര കുതിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, നമ്മുടെ ആരോഗ്യം വിലപ്പെട്ടതാണ്, നമ്മുടെ സമ്പത്ത് വിലപ്പെട്ടതാണ്. അത് ദൈവത്തിന് എന്നവണ്ണം പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ പോലെ അരിഷ്ട മനുഷ്യർ വേറെ ആരുമില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾക്ക് അവനെ ആരാധിക്കണം. വിജാതിയർ ഒന്നടങ്കം പറഞ്ഞു, മാഗികൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ആരാധിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ യേശു മതി, ഞങ്ങളുടെ കുടുംബത്തിൽ യേശു മതി, ഞങ്ങളുടെ തലമുറയിൽ യേശു ക്രിസ്തു മതി. ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ വീട്ടിൽ വന്നു. 11-ാം വചനം ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ പ്രിയരെ. ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഇതാരും പഠിപ്പിച്ചു കൊടുത്തതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര കുഞ്ഞുങ്ങൾ മുട്ടയിലിരുന്ന് ദൈവത്തിന് മുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര മാതാപിതാക്കൾ മുട്ടിന്മേലിരുന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേര് സ്വന്തം മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് യേശുവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥന അന്യമായി പോയി, ആരാധന അന്യമായി പോയി. ഇന്ന് വെറും ചടങ്ങുകളായി മാറി, വെറും കപടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്? എവിടെയാണ് നമുക്ക് മടങ്ങി വരവുണ്ടാകേണ്ടത്? പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ നമുക്കൊന്ന് ചുംബിക്കണം. അവനെ നമുക്ക് താഴ്മയുള്ള ഹൃദയത്തോടൊന്ന് വണങ്ങണം. അവനെ സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് നിർത്തണം. ഈ വിദേശീയരായ വിജാതീയരായ മാഗികൾ, വിദ്വാൻമാർ, അവർ വീട്ടിൽ വന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു. ആരെയാ നമസ്കരിച്ചത്? സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ, രാജാതിരാജാവിനെ, ശ്രേഷ്ഠനായ മഹാപുരോഹിതനെ, നിത്യനായ ദൈവത്തെ അവർ വണങ്ങി നമസ്കരിച്ചു. ഇന്ന് പകലിൽ, ഈ സന്ധ്യയിൽ, ഈ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകരാം. എല്ലാവരും കണ്ണുകളെ അടച്ചൊന്ന് സമർപ്പിക്കാം. വീണ്ടും അടുത്ത ഹല്ലേലൂയ തിങ്കളാഴ്ച ഇതിന്റെ ബാക്കി ഭാഗം നാം ചിന്തിക്കാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം പറഞ്ഞാൽ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ദൈവമേ, എന്റെ ഹൃദയം നിന്റെ മുമ്പിൽ വീഴട്ടെ. എന്റെ ദൈവമേ, എന്റെ മനസ്സ് നിന്റെ മുമ്പിൽ താഴട്ടെ. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് പറ്റിച്ചേരട്ടെ. എന്റെ ദൈവമേ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ കുടുംബ ബന്ധങ്ങളെക്കാൾ, എന്റെ സ്നേഹിതരെക്കാൾ, എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ എന്റെ ഹൃദയം അങ്ങയിൽ ചായട്ടെ. അങ്ങാണ് എന്റെ രക്ഷകൻ, അങ്ങാണ് എന്റെ ദൈവം. അങ്ങയെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, വണങ്ങുന്നു, നമസ്കരിക്കുന്നു. യേശുവേ, ദൈവത്തിന്റെ പുത്ര, നീ എന്റെ ഹൃദയത്തിൽ വരണമേ. എനിക്ക് അങ്ങയുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ടാകണം. അതിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു, എന്റെ സമ്പത്ത് സമർപ്പിക്കുന്നു, എന്റെ സമയം സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി പറയുവാൻ സ്വർഗീയ പിതാവേ, ഈ കടന്നു വന്ന എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പാകെ തന്നെ വീഴുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്ന് വണങ്ങുവാൻ, നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളെ ഹൃദയം ഒരുക്കണമേ. വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ആശീർവദിക്കണം. തുടർന്നും അങ്ങയുടെ വചനം പഠിച്ച് ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. എല്ലാവരും സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ജയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.